ഹായ് സ്റ്റുഡൻസ്, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് എന്ന 6th യൂണിറ്റാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 2/3 ഓഫ് ദ എർത്ത് വി ലിവ് ഇൻ ആർ ഓഷ്യൻസ്. നമ്മൾ ജീവിക്കുന്ന ഈ എർത്തിൻ്റെ 2/3 ഭാഗം എന്താണ്? ഓഷ്യനാണ്, കടലാണ്. ദോ നോൺ ബൈ മെനി നെയിംസ് ദേ ആർ ഓൾ കണക്റ്റഡ്. ഡിഫറെൻറ്റ് നെയിമുള്ള ഓഷ്യൻസ് ഉണ്ട്, പക്ഷേ എങ്കിലും എന്താണ്, ഓരോ ഓഷ്യൻസും തമ്മിൽ കണക്റ്റഡ് ആണ്. ദ റെസ്റ്റ് ഓഫ് ദ എർത്ത് എക്സ്ക്ലൂഡിങ് ഓഷ്യൻ ഇസ് ലാൻഡ്. എർത്തിൻ്റെ ഈ ഒരു ഓഷ്യൻസ് ഇല്ലാത്ത ഭാഗത്ത് എന്താണ്, കരയാണ്, ലാൻഡാണ്. ലൈക്ക് ഓഷ്യൻസ് ആർ ദ ലാൻഡ് ഏരിയാസ് കണക്റ്റഡ് ടു ഈച്ച് അതർ. ഓഷ്യൻസ് പരസ്പരം കണക്റ്റഡ് ആണ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഈ ലാൻഡ് ഏരിയാസും കണക്റ്റഡ് ആണോ? Large land masses are called continents, meaning pieces of lands. ലാൻഡിൻ്റെ ഒരു കൂട്ടത്തെ, ഒരുമിച്ചുള്ള ഒരു കൂട്ടത്തെയാണ് കോണ്ടിനെൻ്റ് എന്ന് പറയുക. കോണ്ടിനെൻ്റ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് പീസസ് ഓഫ് ലാൻഡാണ്, ചെറിയ ചെറിയ ലാൻഡിൻ്റെ പീസസ് ആണ്. എ കോണ്ടിനെൻ്റ് ഇസ് എ ലാർജ് ലാൻഡ് മാസ് കണ്ടെയ്നിങ് ഡിഫറെൻറ്റ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ്. ഒരു കോണ്ടിനെൻ്റ് എന്താണ്, ഒരു ലാർജ് ആയിട്ടുള്ള ലാൻഡ് ഏരിയ ആണ്. അതിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് ഉണ്ട്, ഫിസിക്കലായിട്ടുള്ള ഭൂമിയുടെ ഡിവിഷൻസ് ഉണ്ട്. വി ക്യാൻ സീ മെനി ലാൻഡ് ഫോംസ് ലൈക്ക് tall mountains, expansive plains, vast deserts, plateaus in the continents. ഫിസിയോഗ്രാഫിക് ഡിവിഷൻ എന്നോട് ഉദ്ദേശിക്കുന്നതാണ് മൗണ്ടെയ്ൻസ് ഉണ്ടാവാം, പ്ലെയിൻസ് ഉണ്ടാവാം, ചിലയിടത്തു നിന്നാണ് ഡെസേർട്ട്സ്, മരുഭൂമികളൊക്കെ ഉണ്ടാവാം. ഈ ഒരു ഡിവിഷൻസിനെയാണ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോണ്ടിനെൻറ്റിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് ഉണ്ട്. ഇനി ഇവിടെ ഒരു കോണ്ടിനെൻറ്റ്സ് ആൻഡ് ഓഷ്യൻസ് എന്ന് പറഞ്ഞ പിക്ചർ കാണാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള കോണ്ടിനെൻറ്റ്സിൻ്റെ പേരും അതുപോലെ തന്നെ ഓഷ്യൻസിൻ്റെ പേരും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ലിസ്റ്റ് ദ ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ്സ് ബൈ ഒബ്സർവിങ് ദ മാപ്പ് ഗിവൺ ആൻഡ് എ ഗ്ലോബ്. ഈ ഒരു മാപ്പ്, തന്നിരിക്കുന്ന മാപ്പ് യൂസ് ചെയ്തുകൊണ്ട് കോണ്ടിനെൻറ്റ്സിൻ്റെ പേര് ലിസ്റ്റ് ചെയ്യാനാണ്. ഏതൊക്കെയുണ്ട്? നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, അങ്ങനെ കോണ്ടിനെൻറ്റ്സിൻ്റെ പേര് അതിൽ നിന്നെടുത്ത് ലിസ്റ്റ് ചെയ്യുക. അതിന് അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ഫൈൻഡ് ദ കോണ്ടിനെൻറ്റ് ഇൻ വിച്ച് അവർ കൺട്രി ഈസ് ലൊക്കേറ്റഡ്. ഇന്ത്യ ഏത് കോണ്ടിനെൻറ്റിലാണ്? ഏഷ്യൻ കോണ്ടിനെൻറ്റിലാണ് വരിക. ദെൻ സബ് കോണ്ടിനെൻറ്റ്. സബ് കോണ്ടിനെൻറ്റ്സ് ആർ large continental areas with diverse physiographic divisions and climates as in continents. Subcontinent എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർജ് ആയിട്ടുള്ള കോണ്ടിനെൻ്റൽ ഏരിയ ആണ്. അതിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള ഫിസിയോഗ്രാഫിക് ഡിവിഷനും അതുപോലെ തന്നെ ക്ലൈമറ്റും ഉണ്ടാവും ഓരോ കോണ്ടിനെൻറ്റ്സിലും ഉള്ളതുപോലെ തന്നെ. ദ പാമർ പ്ലാറ്റ്യൂ ജോഗ്രഫിക്കലി സെപ്പറേറ്റ് ദ സദേൺ പാർട്ട് ഓഫ് ഏഷ്യൻ കോണ്ടിനെൻറ്റ് ഫ്രം ദ അതർ പാർട്സ്. പാമർ പ്ലാറ്റ്യൂവിനെ കുറിച്ചാണ് പറയുന്നത്. ജോഗ്രഫിക്കലി അത് സദേൺ പാർട്ട് ഓഫ് ഏഷ്യൻ കോണ്ടിനെൻറ്റിനെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ദ ടോപ്പോഗ്രഫി ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ഹൈ മൗണ്ടെയിൻ പീക്സ്, വാസ്റ്റ് പ്ലെയിൻസ്, ഡെസേർട്ട് റീജിയൻസ്, പ്ലാറ്റ്യൂസ് ഫോംഡ് ഓഫ് ഹാർഡ് റോക്സ്, കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ്. അപ്പോൾ എന്താണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ ടോപ്പോഗ്രഫി? എങ്ങനെയാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലുള്ള ആ ഒരു ഭൂമിയുടെ ഘടനയുള്ളത്? മൗണ്ടെയ്ൻസ് ഉണ്ട്, ഹൈ ആയിട്ടുള്ള മൗണ്ടെയ്ൻസ് ഉണ്ട്, വളരെ ഉയരം കൂടിയ പർവ്വതനിരകളുണ്ട്, പിന്നെ പ്ലെയിൻസ് ഉണ്ട്, മരുഭൂമിയുണ്ട്, പ്ലാറ്റ്യൂ ഉണ്ട്, കോസ്റ്റൽ പ്ലെയിൻസ് ഉണ്ട്. കോസ്റ്റൽ പ്ലെയിൻസ് പറഞ്ഞാൽ തീരപ്രദേശങ്ങൾ, പിന്നെ ഐലാൻഡ്, ദ്വീപുകളൊക്കെ ഉണ്ട് ഇന്ത്യയുടെ ആ ഒരു സബ് കോണ്ടിനെൻറ്റിലെ ടോപ്പോഗ്രഫിയിൽ. ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ഇസ് ബോർഡഡ് ബൈ ദ ഹിമാലയാസ് ഓൺ നോർത്ത്, the Arakan ranges on east and Hindu Kush range on the west. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ നോർത്ത് ഭാഗത്തായിട്ട് എന്താണ്, ഹിമാലയൻ മൗണ്ടെയ്ൻസ് ഉണ്ട്. ദെൻ ഈസ്റ്റ് ഭാഗത്ത് ആരഗൻ റേഞ്ചസും ആൻഡ് വെസ്റ്റ് ഭാഗത്ത് ഹിന്ദു കുഷ് റേഞ്ചുമാണ് ഉള്ളത്. ദ സദേൺ ബൗണ്ടറി ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ഈസ് ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യനാണ് സൗത്ത് ഭാഗത്ത്. ദ ഇന്ത്യൻ ഓഷ്യൻ ഇസ് ദ ഓൺലി ഓഷ്യൻ നെയിംഡ് ആഫ്റ്റർ എ കൺട്രി. ഒരു കൺട്രി, ഒരു രാജ്യത്തിൻ്റെ പേര് പുറകെ വരുന്ന ഒരു രാജ്യത്തിൻ്റെ പേരിലുള്ള ഒരു ഓഷ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യൻ മാത്രമാണ്. ബാക്കി ഓഷ്യൻസിനൊന്നും ഇതുപോലൊരു രാജ്യത്തിൻ്റെ പേര് വരുന്നില്ല. ഐഡൻറ്റിഫൈ ദ കൺട്രീസ് ദാറ്റ് ബിലോങ് ടു ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ഫ്രം ദ ഗിവൺ മാപ്പ്. 6.2 ഫിഗർ 6.2 നോക്കിയിട്ട് ഇതിൽ നിന്ന് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ മാപ്പാണ്. ഈ മാപ്പിൽ നോക്കിയിട്ട് ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ വരുന്നതെന്ന് നോക്കാം. ഇവിടെ ഇന്ത്യ ഉണ്ട്, ദെൻ ദർ ഇസ് പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്,
ദെൻ താഴേക്ക് പോവുകയാണെങ്കിൽ മാൽഡീവ്സ് ഇസ് ദർ, ശ്രീലങ്ക ഇസ് ദർ. ഇത്രയും കൺട്രീസാണ് ഇവിടെ ഉള്ളത്. പാകിസ്ഥാൻ, ഭൂട്ടാൻ, നേപ്പാൾ, ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക ആൻഡ് മാൽഡീവ്സ്. ഓക്കെ, let's see the mountain ranges in northern part of Indian subcontinent. Observe the map, figure 6.2. There are Hindu Kush mountain range in Pakistan and Himalayan mountain range in India, നേപ്പാൾ ആൻഡ് ഭൂട്ടാൻ. അപ്പോൾ ഇന്ത്യയിലുള്ള മൗണ്ടെയിൻ റേഞ്ചസ് ആണ്. ഇന്ത്യയുടെ നോർത്തേൺ പാർട്ടിൽ വരുമ്പോൾ ഹിന്ദുകുഷ് മൗണ്ടെയിൻ റേഞ്ചാണ് പാകിസ്ഥാനിലുള്ളത്. അതുപോലെ തന്നെ ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചാണ് ഇന്ത്യയിലും നേപ്പാളിലും ഭൂട്ടാനിലുള്ളത്. മോസ്റ്റ് ഓഫ് ദ ഹൈ പീക്സ് ഇൻ ദ വേൾഡ് ആർ ലൊക്കേറ്റഡ് ഇൻ ദിസ് മൗണ്ടെയിൻ റീജിയൻ. ഇനി മാപ്പിൽ നോക്കിയാൽ കാണാം പാകിസ്ഥാനിൻ്റെ ഭാഗത്ത് വരുന്നത് ഹിന്ദുകുഷ് മൗണ്ടെയിൻ റേഞ്ചാണ്. ദെൻ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ ഭാഗത്തേക്കൊക്കെ വരുന്നത് എന്താണ്? ഹിമാലയൻ റേഞ്ചസ് ആണ്. To the south of Himalaya lies a vast plain. This extensive plain is formed by the alluvial deposit both by the rivers Indus, Ganga and Brahmaputra. ഹിമാലയയുടെ സൗത്ത് ഭാഗത്ത് എന്താണ് ഒരു വലിയ പ്ലെയിൻ ഉണ്ട്. ഈ പ്ലെയിനിൽ എന്താണ് അലൂവിയൽ ഡെപ്പോസിറ്റ് ഉണ്ട്. ഇതിന് കാരണമായിട്ടുള്ളത് റിവേഴ്സ് ആയിട്ടുള്ള ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്രയാണ്. ദീസ് പ്ലെയിൻസ് നോൺ ആസ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഓർ ഗ്രേറ്റ് പ്ലെയിൻസ് സ്ട്രെച്ച് ഫ്രം ദ ഈസ്റ്റ് ടു ദ വെസ്റ്റ് ഓഫ് ദ സബ് കോണ്ടിനെൻറ്റ്. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അതല്ലെങ്കിൽ ഗ്രേറ്റ് പ്ലെയിൻസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ലെറ്റ്സ് സീ ദ ഫീച്ചേഴ്സ് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്. ഈ പറയപ്പെടുന്ന പ്ലെയിൻസിൻ്റെ എന്തൊക്കെ ഫീച്ചേഴ്സാണുള്ളത് എന്ന് നോക്കാം. ഫെർട്ടൈൽ സോയിൽ, നല്ല ഫലഭൂഷ്ടമായ മണ്ണാണ്. ദെൻ പ്ലെയിൻ ലാൻഡ്സ്കേപ്പാണ്, പ്ലെയിൻ ആയിട്ടുള്ള ഏരിയയാണ്. അബണ്ടൻറ്റ് വാട്ടർ സപ്ലൈ ഫ്രം റിവേഴ്സിൽ നിന്നും ആവശ്യത്തിനുള്ള വാട്ടർ ലഭിക്കുന്നുണ്ട്. ദെൻ തിക്ലി പോപ്പുലേറ്റഡ് ആണ്, ഒരുപാട് ആളുകൾ അവിടെ താമസിക്കുന്നു. ദ സദേൺ പാർട്ട് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഇസ് എ പ്ലാറ്റ്യൂ. സദേൺ പാർട്ട് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്യൂ ആണ്. ആൻഡ് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ടു ഹാവ് ആൻ എലവേഷൻ അബൌട്ട് 150 to 900 meters above the sea level. സീ ലെവലിൽ നിന്ന് 180 മുതൽ 900 മീറ്റേഴ്സ് എബവ് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് റഫ്ലി ട്രയാങ്കുലർ ഷേപ്ഡ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ഇസ് കോൾഡ് പെനിൻസുലാർ പ്ലാറ്റ്യൂ. ഇത് ഏകദേശം ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ്. ഇതിൻ്റെ പേരാണ് പെനിൻസുലാർ പ്ലാറ്റ്യൂ. ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് പെനിൻസുലാർ പ്ലാറ്റ്യൂ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ മാപ്പ്. ഈ മാപ്പിൽ നോക്കിയിട്ട് പെനിൻസുലാർ പ്ലാറ്റ്യൂ എവിടെയാണ് എന്നാണ്. ഇതിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ അടിഭാഗത്തായിട്ട് പെനിൻസുലാർ പ്ലാറ്റ്യൂ നിങ്ങൾക്ക് കാണാം. ഈ ഒരു ബ്രൗൺ ഷെയ്ഡിൽ കൊടുത്താണ് പെനിൻസുലാർ പ്ലാറ്റ്യൂ. The Thar Desert is an arid land that stretches northwest of peninsular plateau across India and Pakistan. ഇനി താർ മരുഭൂമി ഇന്ത്യയും പാകിസ്ഥാൻ്റെ ഇടയിലായിട്ട് വരുന്നതാണ് ഈ താർ മരുഭൂമിയുടെ പിക്ചറിൽ കാണാം, മാപ്പിൽ കാണാം. താർ ഡെസേർട്ട്. In this sparsely rainfed region, the natural vegetation include cacti and shrubs. മഴ പൊതുവെ കുറവുള്ള ഈ ഒരു ഏരിയയിൽ എന്താണ് കാക്റ്റയും ഷ്രബ്സ്, ഈ കള്ളിമുൾ ചെടികളും അധികം ഉയരമില്ലാത്ത ഷ്രബുകൾ, കുറ്റിച്ചെടികളുമാണ് ഉള്ളത്. Observe the map. Indian continent has a long coastal line. The island nations of Maldives and Sri Lanka and the smaller island groups such as Lakshadweep and Andaman Nicobar etc. are a part of Indian subcontinent. ഒരുപാട് തീരപ്രദേശങ്ങളും കൂടിയുണ്ട് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ. ഈ പിക്ചറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണും ലക്ഷദ്വീപ്, മാൽഡീവ്സ്, ശ്രീലങ്ക, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. ഇതൊക്കെ എന്താണ് തീരപ്രദേശങ്ങളാണ്, ഓഷ്യനോട് ചേർന്ന് കിടക്കുന്ന ഏരിയാസാണ്. കമ്പയർ ദ ഗിവൺ പിക്ചേഴ്സ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ലൈഫ് ഓഫ് പീപ്പിൾ ഇൻ ദ ലാൻഡ് ഫോം കൺസേൺഡ്. താഴെ കൊടുത്തിരിക്കുന്ന പിക്ചർ കമ്പയർ ചെയ്തുകൊണ്ട് ഓരോ ലാൻഡ് ഫോമുകളിലും ആളുകളുടെ ജീവിതം എങ്ങനെയാണ് എന്ന് നോക്കാനാണ്. ഇതിൽ ഒന്നാമത്തെ പിക്ചർ നിങ്ങൾക്ക് കാണാം, ഒരു ഡ്രൈ ഏരിയയാണ്. ആളുകൾ കുടിവെള്ളം മറ്റിടങ്ങളിൽ നിന്ന് ചുമന്ന് കൊണ്ടുവരികയാണ്. രണ്ടാമത്തത് ഒരു വാട്ടറി ഐലൻഡ് പോലുള്ള ഒരു കോസ്റ്റൽ റീജിയനാണ്. അവിടെ ആളുകൾ എന്താണ് ബോട്ടിൽ ഫിഷിംഗ് ആണ് ലൈഫ്, ഒരു ഒക്യുപ്പേഷനായിട്ട് കണക്കാക്കുന്നത്. ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ഹാസ് യുണീക്ക് ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. വളരെ യുണീക്കായിട്ടുള്ള ഒരു കാലാവസ്ഥ ആണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലുള്ളത്. ആൾദോ ദർ എക്സിസ്റ്റ് റീജിയണൽ വേരിയേഷൻ, ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ഈസ് ജനറലി നോൺ ആസ് മൺസൂൺ ക്ലൈമറ്റ്. ക്ലൈമറ്റിന്
ചെറിയ വേരിയേഷൻസൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കോമൺ ആയിട്ട് മൺസൂൺ ക്ലൈമറ്റാണ് കണക്കാക്കാറുള്ളത് ഈ ഒരു കോണ്ടിനെൻറ്റിൽ. ദ വേർഡ് മൺസൂൺ ഇസ് ഡിറൈവ്ഡ് ഫ്രം അറബിക് വേർഡ് മൗസിം വിച്ച് മീൻസ് സീസൺസ്. മൺസൂൺ എന്ന വേർഡ് വന്നത് അറബിക് വേർഡായ മൗസിമിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം സീസൺസ് എന്നാണ്. മൺസൂൺ വിൻസ് ഇൻഫ്ലുവൻസ് ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. മൺസൂണിലുള്ള കാറ്റുകൾ എന്താണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ എൻറ്റയർ ക്ലൈമറ്റിനെ തന്നെ ബാധിക്കുന്നു. ദ വിൻഡ് ചേഞ്ചസ് ഇറ്റ്സ് ഡയറക്ഷൻ അക്കോർഡിംഗ് ടു ദ സീസൺ. ഓരോ സീസണിനനുസരിച്ചും വിൻഡ് അതിൻ്റെ ഡയറക്ഷൻ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. ദ വർക്ക്സ് ഓഫ് അറബ് ട്രാവലർ ആൻഡ് റൈറ്റർ അൽ മസൂദി മെൻഷൻസ് അബൌട്ട് മൺസൂൺ വിൻഡ്സ് ദാറ്റ് ചേഞ്ച് ഡയറക്ഷൻസ് അക്കോർഡിംഗ് ടു സീസൺ. അൽ മസൂദിയുടെ വർക്കിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡ്യൂറിങ് സമ്മർ സോൾസ്റ്റൈസ് വെൻ ദ പൊസിഷൻ ഓഫ് സൺ ഇസ് ഓവർ ദ സബ് കോണ്ടിനെൻറ്റ് the air over the land gets heated and rises. സമ്മറിൻ്റെ ടൈമിൽ വെൻ ദ പൊസിഷൻ ഓഫ് സൺ ഇസ് ഓവർ ദ സബ് കോണ്ടിനെൻറ്റ്, സണ്ണിൻ്റെ പൊസിഷൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ മുകളിലായിട്ട് വരുന്ന ആ ഒരു ടൈമിൽ എയറും ലാൻഡും എന്താണ് ഹീറ്റഡ് ആവുന്നു. ആൻഡ് ഇറ്റ് റൈസസ്. ദ മോയ്സ്ചർ ലേഡൻ വിൻഡ് ഫ്രം ദ ഓഷൻ ബ്ലോസ് ടുവേഴ്സ് ലാൻഡ് ആൻഡ് ഇറ്റ് റെയിൻസ് ഇൻ മെനി പാർട്ട് ഓഫ് സബ് കോണ്ടിനെൻറ്റ്. ആ ഒരു മോയ്സ്ചർ കണ്ടെയ്ൻ ചെയ്യുന്നുള്ള ആ ഒരു വിൻഡ് കാറ്റ് കാരണം പല ലാൻഡിലുള്ള കരയുടെ പല ഭാഗത്തും മഴ ലഭിക്കുന്നു. ഡ്യൂറിങ് ദ മന്ത്സ് ഓഫ് മെയ് ആൻഡ് ജൂൺ ദ സൗത്ത് വെസ്റ്റേർലി വിൻഡ്സ് ബ്ലോയിങ് ഫ്രം ഇന്ത്യൻ ഓഷ്യൻ ടു ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് കോസ് വൈഡ് സ്പ്രെഡ് റെയിൻഫാൾ. മെയ് ജൂൺ കാലഘട്ടത്തിലുള്ള ആ ഒരു മഴയുടെ കാരണമാണ് പറയുന്നത് സൗത്ത് വെസ്റ്റേർലി വിൻഡുകൾ എന്താണ് ഇന്ത്യൻ ഓഷ്യനിൽ നിന്നും ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലേക്ക് കാറ്റ് വീശുമ്പോഴാണ് ഈ ഒരു മഴ വരുന്നത്. During winter solstice, when the position of sun is over the Indian Ocean, the air over the sea gets heated and rises and the wind blows her from north. വിൻ്റർ ടൈമിൽ എന്താണ് ഈ ഒരു സണ്ണിൻ്റെ പൊസിഷൻ ഇന്ത്യൻ ഓഷ്യൻ്റെ മുകളിലേക്കാവുമ്പോൾ എയർ ഓവർ ദ സീ ഗെറ്റ്സ് ഹീറ്റഡ്. ഈ ഒരു സീൻ്റെ മുകളിലെ ഹെയർ ചൂടാവുകയും ആൻഡ് റൈസസ് ആൻഡ് ദ വിൻഡ് ബ്ലോസ് ഹെർ ഫ്രം നോർത്ത് ഭാഗത്തേക്കാണ് വിൻഡ് അപ്പം ബ്ലോ ചെയ്യുക. ആസ് എ വിൻഡ് ബ്ലോയിങ് ഫ്രം ദ നോർത്ത് ഈസ്റ്റ് ടു സൗത്ത് വെസ്റ്റ് ഡ്യൂറിങ് ദ സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ ആർ ജനറലി ഡ്രൈ. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് എന്താണ് നോർത്ത് ഈസ്റ്റ് ടു സൗത്ത് വെസ്റ്റിലാണ് ആ വിൻഡ് വരുന്നത്. ആൻഡ് ഡ്യൂറിങ് ദ സെപ്റ്റംബർ ആൻഡ് ഒക്ടോബറിൽ എന്തായിരിക്കും ഡ്രൈ സീസൺ ആയിരിക്കും. ദ എമൗണ്ട് ഓഫ് റെയിൻഫാൾ വിൽ ബി ലെസ്. ആ ഒരു റെയിൻഫാളിൻ്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. ബട്ട് ദ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ വേപ്പർ ഫ്രം ദ ബേ ഓഫ് ബംഗാൾ ലീഡ്സ് ടു ദ വൈഡ് സ്പ്രെഡ് റെയിൻഫാൾ ഓവർ ദ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ദ പെനിൻസുല. പക്ഷേ എന്താണ് ബേ ഓഫ് ബംഗാളിൽ നിന്നുള്ള വാട്ടർ വേപ്പർ റൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് പെനിൻസുലയിൽ മഴയും കാണാം. Don't you understand that Indian subcontinent does not receive the same amount of rainfall everywhere? ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ എല്ലായിടത്തും ഒരുപോലെയല്ല മഴ ലഭിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ലെറ്റ്സ് സീ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ക്ലൈമറ്റ് ഓഫ് ആൻ ഏരിയ. ഒരു ഏരിയയിലുള്ള ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ലാറ്റിറ്റ്യൂഡ്, ആൾട്ടിറ്റ്യൂഡ്, ഫിസിയോഗ്രഫി, പ്രോക്സിമിറ്റി ടു ഓഷ്യൻ ആൻഡ് വിൻഡ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഏരിയയിലുള്ള മഴയെ അതുപോലെ തന്നെ ആ ഏരിയയിലുള്ള ക്ലൈമറ്റിനെയൊക്കെ ബാധിക്കുന്നത്. ദ ക്ലൈമാറ്റിക് എക്സ്പീരിയൻസസ് ആർ ഡിഫറെൻറ്റ് ഓൺ എയ്തർ സൈഡ് ഓഫ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ലാറ്റിറ്റ്യൂഡ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഏതർ സൈഡിലും ക്ലൈമറ്റിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റിൻ്റെ എക്സ്പീരിയൻസ് ആണ് കാണപ്പെടുന്നത്. The northern part of Tropic of Cancer experiences temperate climate while the southern part has tropical climate. രണ്ട് പാർട്ടിലും ക്ലൈമറ്റിൻ്റെ വേരിയേഷൻസ് ആണ് പറയുന്നത്. The difference in temperature during the winter and summer season in tropical region is generally moderate. Tropical regionിൽ എന്താണ് ടെമ്പറേച്ചർ ഡ്യൂറിങ് വിൻ്റർ ആൻഡ് സമ്മർ ഒരു മോഡറേറ്റ് റേഞ്ചിലാണ്, കുറഞ്ഞ നിരക്കിലാണ്. ബട്ട് ഡിഫറൻസ് ഈസ് ജനറലി ഗ്രേറ്റർ ഇൻ ടെമ്പറേറ്റ് റീജിയൻ. പക്ഷേ ടെമ്പറേറ്റ് റീജിയനിൽ എന്താണ് ഈ ഒരു ഡിഫറൻസ് വളരെ കൂടുതലാണ്. Read a few sentences of letter written by Diya, student of Government Model Residential School, Munnar, to her sister in തിരുവനന്തപുരം. മൂന്നാറിൽ ജീവിക്കുന്ന ഒരു കുട്ടി തിരുവനന്തപുരത്തുള്ള തൻ്റെ സിസ്റ്ററിന് എഴുതിയിട്ടുള്ളൊരു ലെറ്ററാണ്. ഡിയർ സിസ്റ്റർ, ഹോപ്പ് യു ആർ ഫൈൻ. ഹൗ ഈസ് യുവർ സ്റ്റഡീസ് ഗോയിങ്? ഇങ്ങനെയൊക്കെയാണ് നിൻ്റെ പഠനം മുന്നോട്ട് പോകുന്നത്. ടൂറിസ്റ്റ് കം ഹിയർ
to see the vast tea plantation of the area, but the climate here is extremely cold. ടൂറിസ്റ്റുകൾ ഈ പ്രദേശത്തെ ടീ പ്ലാന്റേഷൻസ് ഒക്കെ കാണാൻ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താണ്, എക്സ്ട്രീംലി കോൾഡാണ്, ഭയങ്കര തണുപ്പാണ്. ഈവൻ ഡ്യൂറിങ് ദ ഡേ ടൈം ഐ ഹാവ് ടു വിയർ വൂളൻ ക്ലോത്ത്സ് ഇൻ ദ ക്ലാസ്. ഡേ ടൈമിലും ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എനിക്ക് എന്താണ്, വൂളൻ ക്ലോത്ത്സ് ഒക്കെ ധരിക്കണം. ഇറ്റ് ഈസ് സോ കോൾഡ് ദാറ്റ് ഐ യൂസ് 2 ബ്ലാങ്കറ്റ് അറ്റ് നൈറ്റ്സ്. നൈറ്റിലാണെങ്കിലോ 2 ബ്ലാങ്കറ്റ് വരെ യൂസ് ചെയ്യണം. വെൻ ഐ വാസ് അറ്റ് ഹോം ഐ യൂസ്ഡ് ഫാൻ ഈവൻ അറ്റ് നൈറ്റ് ആൻഡ് ഹാഡ് ടേക്കൺ ബാത്ത് ഇൻ പ്ലെയിൻ വാട്ടർ. ഞാൻ വീട്ടിലായിരുന്നപ്പോൾ, മേ ബി ആ ട്രിവാൻഡ്രത്തായിരുന്നപ്പോൾ എന്നായിരിക്കും, ഐ യൂസ്ഡ് ഫാൻ അറ്റ് നൈറ്റ്, രാത്രിയിൽ ഫാൻ യൂസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ എന്താണ്, ടേക്കൺ ബാത്ത് ഇൻ പ്ലെയിൻ വാട്ടർ, നോർമലായിട്ടുള്ള വാട്ടറിലാണ് കുളിച്ചിരുന്നത്. നൗ ഐ ക്യാൻ ഈവൻ തിങ്ക് ഓഫ് ബാത്തിങ് ഇൻ പ്ലെയിൻ വാട്ടർ ഹിയർ. ഇവിടെ എന്താണ്, നോർമലായിട്ടുള്ള വാട്ടറിൽ കുളിക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. വെൻ ഐ come to തിരുവനന്തപുരം for vacation I will definitely bring apples and strawberries grown here. ഞാൻ ഇവിടെ ഉണ്ടായ ആപ്പിൾസും സ്ട്രോബെറീസും കൊണ്ടുവരാം. ആപ്പിൾസും സ്ട്രോബെറീസും ആയിരിക്കും അവിടെ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. ആൻഡ് they won't grow in our hot climate. നമ്മളുടെ ട്രിവാൻഡ്രത്തുള്ള ഹോട്ട് ക്ലൈമറ്റിൽ ഇതൊന്നും വളരില്ല എന്നാണ് പറയുന്നത്. Have you ever thought why places like Munnar and Ooty experienced cold climate? മൂന്നാർ, ഊട്ടി പോലുള്ള പ്രദേശങ്ങളിൽ എന്തുകൊണ്ടാണ് തണുപ്പ് വരുന്നത്? ഡോണ്ട് യു റിമെമ്പർ ദാറ്റ് ഇൻ ദ ലാസ്റ്റ് ചാപ്റ്റർ വി സ്റ്റഡീഡ് അബൌട്ട് ദ നോർമൽ ലാപ്സ് റേറ്റ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം പഠിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? അതായത് ഓരോ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഓരോ ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ടാണ് മൂന്നാർ, ഊട്ടി പോലുള്ള ഹൈറ്റ് കൂടിയ പ്രദേശത്ത് തണുപ്പ് അനുഭവപ്പെടുന്നത്. ഫിസിയോഗ്രഫി ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസസ് ക്ലൈമറ്റ്. ഫിസിയോഗ്രഫി എന്ന് പറയുന്നത് ക്ലൈമറ്റിനെ ബാധിക്കുന്ന മറ്റൊരു കാര്യമാണ്. മോയ്സ്ചർ ലേഡൻ വിൻഡ്സ് ആർ ഒബ്സ്ട്രക്റ്റഡ് ബൈ ദ മൗണ്ടെയ്ൻസ് ലൊക്കേറ്റഡ് എഗെയിൻസ്റ്റ് ദെയർ ഡയറക്ഷൻ റിസൾട്ടിങ് ഇൻ റെയിൻഫോൾ. ഈ മോയ്സ്ചറിൽ കണ്ടെയ്ൻ ചെയ്യുന്ന വിൻഡിനെ മൗണ്ടെയ്ൻസ് തടഞ്ഞു നിർത്തുകയാണ്. ലൊക്കേറ്റഡ് എഗെയിൻസ്റ്റ് ദെയർ ഡയറക്ഷൻ റിസൾട്ട് ഇൻ ഹെവി റെയിൻഫാൾ. ആ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. Kerala, located in the western slope of Western Ghats, receives heavy rainfall, while Tamil Nadu, located in the eastern slopes, get low rainfall. Have you understood the reason now? Such regions with low rainfall are generally known as rain shadow regions. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ഈ ഒരു കാറ്റിനെ ഈ ഒരു പർവ്വത നിലകൾ തടഞ്ഞു നിർത്തിക്കൊണ്ട് ആ ഒരു മഴമേഘത്തെ അവിടെ തടഞ്ഞു നിർത്തി ആ ഒരു ഏരിയയിൽ കൂടുതലായിട്ട് മഴ ലഭിക്കുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഏരിയയാണ് റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറയുന്നത്. അവിടെ പൊതുവെ മഴ കുറവായിരിക്കും. ഈ കേരളം വരുന്നത് ഈ ഒരു വിൻഡ് വാർഡ് സൈഡിലാണ്, അവിടെ കൂടുതലായിട്ട് മഴ ലഭിക്കുന്നു. പക്ഷേ റെയിൻ ഷാഡോ റീജിയനിൽ വരുന്ന തമിഴ്നാടിന് എന്താണ്, മഴ പൊതുവെ കുറവാണ് എന്നാണ് പറയുന്നത്. When moisture-laden wind blow parallel to the mountain ranges, wind pass without precipitation because there are no barriers to obstruct. This is the reason behind the desertification of region comprising Aravalli ranges of Rajasthan. എന്താണ്, ഈ ഒരു മോയ്സ്ചർ കണ്ടെയ്ൻ ചെയ്യുന്ന വിൻഡ് മൗണ്ടെയിൻ റേഞ്ചസിന് പാരലായിട്ട് പോകുമ്പോൾ അതിന് മുകളിലൂടെ പോവുകയാണെങ്കിൽ എന്താണ്, പ്രത്യേകം തടസ്സങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് അവിടെ മഴ പെയ്യാതെ പോകുന്നു. മഴമേഘത്തെ തടഞ്ഞു നിർത്താനൊന്നും ഇല്ലാത്തതുകൊണ്ട് മഴ പെയ്യാതെ പോകുന്നു. അങ്ങനെയാണ് ഈ ആരവല്ലി റേഞ്ചസിലൊക്കെ എന്താണ്, ഒരു ഡെസേർട്ട് മരുഭൂമി പോലെ ആവുന്നത്. Areas in close proximity to oceans experience humid climate, and areas far away from ocean experience relatively dry climate. ഓഷ്യൻ, ഈ കടലിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങൾ എന്താണ്, പൊതുവെ ഹ്യൂമിഡ് ആയിരിക്കും, മറിച്ച് ദൂരെയുള്ള പ്രദേശങ്ങൾ കുറച്ച് ഡ്രൈയും ആയിരിക്കും. The direction of wind and the amount of moisturizer in it influences the climate. കാറ്റിൻ്റെ ദിശയും അതുപോലെ തന്നെ ആ ഒരു കാറ്റിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ്, വെള്ളത്തിൻ്റെ കണ്ടൻറ്റുമാണ് ഓരോ പ്രദേശത്തെയും ക്ലൈമറ്റിനെ തീരുമാനിക്കുന്നത്. Do these regional differences in physiography and climate creates any difference in the life of the people? ഈ ഒരു കാലാവസ്ഥയിലും ഫിസിയോഗ്രഫിയിലൊക്കെ വരുന്ന ഡിഫറൻസ് ആളുകളുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുമോ? Are the food habits of people of North and South India the same? നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ആളുകൾ കഴിക്കുന്ന ഭക്ഷണം ഒരുപോലെയാണോ? Is the dress style of people of Kashmir the same as that of people of Tamil Nadu?
കാശ്മീരിൽ ജീവിക്കുന്ന ഒരാളുടെയും തമിഴ്നാട്ടിൽ ജീവിക്കുന്ന ഒരാളുടെയും ഡ്രസ്സിങ് സ്റ്റൈൽ ഒരുപോലെയാണോ? അല്ല. ഇതിലൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട്. ഫുഡ് ഹാബിറ്റ്സിലും ഡ്രസ്സിങ് സ്റ്റൈലിലൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട്. ആർ ദ മേജർ ക്രോപ്സ് കൾട്ടിവേറ്റഡ് ഇൻ വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻ ദ സെയിം? നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലും വെസ്റ്റേൺ ഗട്ട്സിലൊക്കെ കൃഷി ചെയ്യുന്ന ഓരോ വിളകളും അത് സെയിം ആണോ? അല്ല. അവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ച് അവിടുത്തെ ഡ്രസ്സിങ്, ഫുഡ് ഹാബിറ്റ്, ഫുഡ് ക്രോപ്സ് ഒക്കെ മാറ്റം വരും. ഐഡൻറ്റിഫൈ ദ ക്രോപ്പ് ഗ്രോൺ ഇൻ വെസ്റ്റേൺ ഗട്ട്സ് ഫ്രം ദ ഗിവൺ പിക്ചേഴ്സ്. ഈ പിക്ചറിൽ വെസ്റ്റേൺ ഗട്ട്സിൽ ഗ്രോ ചെയ്യുന്ന ക്രോപ്പ് ഏതാണ്? കാർഡമൺ ആണ്, ഏലക്കായാണ്. ആൻസർ ദ എബവ് ക്വസ്റ്റ്യൻസ് ബൈ കളക്ടിങ് ഇൻഫർമേഷൻ ഫ്രം വേരിയസ് സോഴ്സസ്. ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ മുകളിൽ ചോദിച്ചു. അതായത് ഓരോ ഏരിയയിലുള്ള ഫുഡ് സെയിം ആണോ, ക്ലോത്ത്സ് സെയിം ആണോ, ക്രോപ്സ് ഒക്കെ സെയിം ആണോ എന്ന്. ഇതിനെക്കുറിച്ച് നിങ്ങളോട് കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനാണ്. ദ അഗ്രികൾച്ചർ, ഫുഡ്, ഹൗസിംഗ്, ക്ലോത്തിങ്സ്, ritual, celebration, etc. of people in each area is in accordance with the physiography and climate of that region. ഓരോ ഏരിയയിലും ഫിസിയോഗ്രാഫി, ഭൂമിയുടെ ഘടനയും അതുപോലെ തന്നെ ക്ലൈമറ്റിനൊക്കെ അനുസരിച്ചാണ് അവിടുത്തെ ഫുഡ്, വീടുകൾ, അവിടെ ആളുകളുടെ വസ്ത്രങ്ങൾ, സെലിബ്രേഷൻസ് എല്ലാം നടക്കുന്നത്. ആസ് ദ മെജോറിറ്റി ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ആർ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ, ദ ഫ്ലക്ച്വേഷൻസ് ഇൻ റെയിൻഫാൾ ഡിസ്ട്രിബ്യൂഷൻ ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓൺ പീപ്പിൾസ് ലൈഫ്സ്. എന്നാണ് ഇന്ത്യയിലുള്ള മെജോറിറ്റി ആളുകളും കൃഷി ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ലൈമറ്റ്, കാലാവസ്ഥയിൽ ഈ മഴയിലൊക്കെ വരുന്ന മാറ്റങ്ങൾ അവരുടെ ജീവിതത്തെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നു. While extensive cultivation is practiced in heavy rainfall areas, many regions are rendered unit for cultivation due to water scarcity. ഒരുപാട് ഹെവി റെയിൻ കിട്ടുന്ന ഏരിയാസിൽ എന്താണ് നന്നായിട്ട് കൃഷി നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു റെയിൻ കിട്ടാത്ത, വാട്ടർ ലഭ്യമല്ലാത്ത ഏരിയയിൽ കൃഷി നടക്കുന്നില്ല. ക്രോപ്സ് ഗ്രോൺ ആൾസോ വേരി അക്കോർഡിംഗ് ടു ദ ഫ്ലക്ച്വേഷൻസ് ആൻഡ് റെയിൻഫാൾ. അതുപോലെ തന്നെ എന്താണ് ഇവർ കൃഷി ചെയ്യുന്ന ഈ വിളകൾക്കും മാറ്റം വരും മഴയുടെ എമൗണ്ടിനനുസരിച്ച്. റൈസ് ഇസ് ദ മേജർ സിറിയൽ ക്രോപ്പ് ഇൻ റീജിയൻസ് വിത്ത് ഹെവി റെയിൻഫാൾ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഏരിയയിലാണ് റൈസ് കൃഷി ചെയ്യുന്നത്. മറിച്ച് എന്താണ് വൈൽ വീറ്റ് ഇൻ ദ റീജിയൻ വിത്ത് മോഡറേറ്റ് റെയിൻഫാൾ. പക്ഷേ കുറവ് മഴ ലഭിക്കുന്ന ഏരിയയിൽ അധികവും കൃഷി ചെയ്യുന്നത് ഗോതമ്പ്, വീറ്റാണ്. പൾസസ് ആൻഡ് കോഴ്സ് ഗ്രെയിൻസ് ആർ ഗ്രോൺ ഇൻ റീജിയൻസ് വിത്ത് ലോ റെയിൻഫാൾ. മറ്റ് പൾസസ്, ധാന്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്നത് എന്താണ് റെയിൻഫാൾ കുറവുള്ള ഏരിയയിലാണ്. അപ്പം മഴ ലഭിക്കുന്നതിനനുസരിച്ച് കൃഷിയിലും കൃഷിയുടെ രീതികളും വിളകളൊക്കെ മാറ്റം വരുന്നു. സീ ദ ടേബിൾ ഗിവൺ ബിലോ. ഇവിടെ കുറച്ച് ക്രോപ്സ് കൊടുത്തിട്ടുണ്ട്. അടുത്താണ് റൈസ്. റൈസിന് എന്താണ് അബൻഡൻറ്റ് വാട്ടർ വേണം, നന്നായിട്ട് വെള്ളം വേണം. അതുകൊണ്ടാണ് മഴ ലഭിക്കുന്ന ഏരിയയിലാണ് റൈസ് ഉണ്ടാവുക. ദെൻ സോയിങ് മന്ത്, റൈസ് നടുന്ന ആ ഒരു വിത്ത് വിതക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ജൂണാണ്. ഹാർവെസ്റ്റ് ചെയ്യുന്നത് സെപ്റ്റംബറിലാണ് പൊതുവേ. ദെൻ വീറ്റിനൊരു മോഡറേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ മതി, റൈസിൻ്റെ അത്രയും വെള്ളം വേണ്ട. ഒക്ടോബറിലാണ് പൊതുവേ സോ ചെയ്യുന്നത്, അതിന് ഹാർവെസ്റ്റ് ചെയ്യുന്നത് മാർച്ചിലാണ്. ദെൻ വാട്ടർമെലൺ. ഇറിഗേഷൻ ഇസ് നീഡഡ് ഇൻ ഏരിയാസ് വിത്ത് സ്പാർസ് റെയിൻഫാൾ. റെയിൻഫാൾ കുറവുള്ള ഏരിയയിൽ പൊതുവെ വെള്ളം നനച്ചുകൊണ്ടുണ്ടാക്കുന്ന കൃഷിയാണ് വാട്ടർമെലൺ. ഏപ്രിലിലാണ് സോ ചെയ്യുന്നത്, ജൂണിലാണ് അതിൻ്റെ ഹാർവെസ്റ്റിംഗ് നടക്കുന്നത്. ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ ഡിഫറെൻറ്റ് സീസൺ. ഓരോ ക്രോപ്സും ഓരോ സീസണിലാണ് വളരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ദർ ആർ ഡെഫിനറ്റ് സീസൺസ് ഫോർ സോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ് ഓഫ് ഈച്ച് ക്രോപ്സ്. ഓരോ വിളകൾക്കും അത് നടാനും അതുപോലെ തന്നെ ഹാർവെസ്റ്റ്, വിളവെടുപ്പ് നടത്താനും പ്രത്യേകമായിട്ടുള്ള സീസൺസ് ഉണ്ട്. ദീസ് സീസൺസ് ആർ നോൺ ആസ് ക്രോപ്പിംഗ് സീസൺ. ഈ ഒരു സീസണിനെയാണ് നമ്മൾ ക്രോപ്പിംഗ് സീസൺ എന്ന് പറയുന്നത്. ഓരോ വിളകളും നടുന്നതും അതുപോലെ തന്നെ അത് ഹാർവെസ്റ്റ് ചെയ്യുന്നതിനുള്ള പ്രത്യേകമായിട്ടുള്ള സീസൺസിനാണ് ക്രോപ്പിംഗ് സീസൺസ് എന്ന് പറയാം. ദർ ആർ 3 ക്രോപ്പിംഗ് സീസൺസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള 3 ക്രോപ്പിംഗ് സീസൺസ് ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി ആൻഡ് സെയ്ദ്. ഈ 3 ക്രോപ്പിംഗ് സീസണുകളാണ് ഇന്ത്യയിൽ പൊതുവെ കാണപ്പെടുന്നത്. During Kharif season that coincides with the southwest monsoon, crops that require high temperature and abundant water like paddy, cotton, jute, jowar, bajra and tur are cultivated. ഖാരിഫ് സീസണിൽ എന്താണ് പൊതുവേ മഴ കൂടുതൽ ലഭിക്കുന്ന ടൈമാണ്. അതുകൊണ്ട് തന്നെ വെള്ളം കൂടുതൽ ആവശ്യമായിട്ടുള്ള കുറച്ച് ക്രോപ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അവയൊക്കെയാണ് കൃഷി ചെയ്യാറുള്ളത്. ദെൻ റാബി സീസൺ വിച്ച് ബിഗിൻസ് വിത്ത് ദ ഓൺസെറ്റ് ഓഫ് വിൻ്റർ ഡ്യൂറിങ് ദ മന്ത്സ് ഓഫ് ഒക്ടോബർ ആൻഡ് നവംബർ. ആ ഒരു വിൻ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒക്ടോബർ നവംബർ കാലഘട്ടത്തിലാണ്
Rabi season, and as the season for cultivation of wheat, pulses, mustard. അത്ര അധികം വെള്ളം ആവശ്യമില്ലാത്ത വീറ്റ്, പൾസസ്, മസ്റ്റാർഡൊക്കെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ കൃഷി ചെയ്യുന്നത്. റിക്വയർ ഓൺലി മോഡറേറ്റ് ടെമ്പറേച്ചർ ആൻഡ് വാട്ടർ. മോഡറേറ്റ് ടെമ്പറേച്ചറും അതുപോലെ തന്നെ മോഡറേറ്റ് ആയിട്ടുള്ള വാട്ടറും മതി ഈ ഒരു സീസണിൽ. ദ റാബി സീസൺ എൻഡ്സ് ഇൻ ഫെബ്രുവരി. ഫെബ്രുവരിയോട് കൂടിയാണ് ഈ ഒരു സീസൺ എൻഡ് ചെയ്യുന്നത്. Then Zaid season is a short summer cropping season that begins after Rabi harvest. ഒരു റാബി സീസൺ കഴിഞ്ഞ് തൊട്ട് വരുന്നതാണ് സെയ്ദ് സീസൺ. ഡ്യൂറിങ് ദിസ് സീസൺ വാട്ടർമെലൺ, കുക്കുംബർ, വെജിറ്റബിൾസ്, ഫോഡർ ക്രോപ്സ് ഒക്കെയാണ് നമ്മൾ കൃഷി ചെയ്യാറുള്ളത് പൊതുവെ. വാട്ടർമെലണും വെജിറ്റബിൾസും കുക്കുംബറും ഒക്കെ, അതായത് ഏകദേശം ഒരു മാർച്ച് ടൈമിലൊക്കെ. ഗ്രോൺ ഇൻ ഏരിയാസ് where irrigation is available. എങ്ങനെ ജലം നമുക്ക് നനയ്ക്കാൻ പറ്റുന്ന ഏരിയാസിലാണ് പൊതുവെ ഈ സീസണിൽ കൃഷി നടത്താറുള്ളത്. ആൾദോ there are 3 agricultural seasons in India, regional variations are evident. ഈ ഒരു 3 അഗ്രികൾച്ചറൽ സീസൺ ഉണ്ടെങ്കിൽ പോലും ഓരോ റീജിയനനുസരിച്ച് അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. എപ്പോഴും ഇത് ഫോളോ ചെയ്യണം എന്നില്ല. അപ്പോൾ ഖാരിഫ്, റാബി ആൻഡ് സെയ്ദ് ഇത്രയാണ്, ഈ 3 ഇന്ത്യയിലുള്ള അഗ്രികൾച്ചറൽ സീസൺസ്, cropping seasons. Let's see how to classify the major crops grown in India. ഇന്ത്യയിൽ മേജറായിട്ട് കൃഷി ചെയ്യുന്ന ക്രോപ്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഫുഡ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേരിൽ തന്നെയുണ്ട് ഫുഡ്, നമ്മുടെ ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ക്രോപ്പ്, ഭക്ഷണത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് കൃഷി ചെയ്യുന്നത്. ഫുഡ് ക്രോപ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2, cereals and pulses. In India, fine cereals such as rice, wheat and coarse cereal like bajra, maize and ragi are grown. Gram and tur dal are the major pulses cultivated in India. അപ്പോൾ ഇന്ത്യയിലുള്ള സിറിയൽസ് ഏതൊക്കെയാണ്? ഫൈൻ cereals ആയിട്ട് റൈസ്, വീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ കോഴ്സ് cereals ആയിട്ട് ബജ്ര, മെയ്സ് ആൻഡ് റാഗി. ഇനി ഇന്ത്യയിലുള്ള പൾസസ് ആയിട്ട് ധാന്യങ്ങളായിട്ട് വരുന്നത് ഗ്രാമും തൂർദാലൊക്കെയാണ്, ദാൽ, പരിപ്പ് പോലുള്ള വർഗ്ഗങ്ങൾ. ദെൻ ക്യാഷ് ക്രോപ്സ് ആണ്. ക്യാഷ് ക്രോപ്സ് ആ പേരിൽ തന്നെ ഉണ്ട് ക്യാഷ്, ഒരു കൊമേഴ്ഷ്യൽ എയിമോട് കൂടി ചെയ്യുന്നതാണ്. കച്ചവടത്തിന് വേണ്ടി, ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി, വിറ്റ് ക്യാഷ് വാങ്ങാൻ വേണ്ടി ചെയ്യുന്ന കൃഷികൾ. The crops that are grown commercially on large scale are called cash crops. എന്തൊക്കെ ടൈപ്പ് ഉണ്ട്? ഷുഗർ കെയിന്, ടൊബാക്കോ, കോട്ടൺ, ജൂട്ട്, ഓയിൽ സീഡ്സ്, ഇത്രയാണ് ക്യാഷ് ക്രോപ്സിൻ്റെ വർഗ്ഗത്തിൽ വരുന്നത്. ദെൻ ഫൈബർ ക്രോപ്സ്. ഫൈബർ എന്ന് പറഞ്ഞാൽ നാരുകളാണ്. കോട്ടന്, ജ്യൂട്ട്, ഈ ഒരു ഡ്രസ്സ്, വസ്ത്ര നിർമ്മാണത്തിനും മറ്റൊക്കെ യൂസ് ചെയ്യുന്നതും കോട്ടൺ, ജൂട്ട്, ഇതൊക്കെയാണ് ഇന്ത്യയിലുള്ള മേജറായിട്ടുള്ള ഫൈബർ ക്രോപ്സ്. Fiber crops provide us with fiber we need to make things like fabrics, bags and sacks. ഫാബ്രിക്സ്, തുണികൾ, ബാഗുകൾ, സാക്ക്, ഇതൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമായ നാരുകൾ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫൈബർ ക്രോപ്സ് നടത്തുന്നത്. ദെൻ ഓയിൽ സീഡ്സ് ആർ കൾട്ടിവേറ്റഡ് ടു പ്രൊഡ്യൂസ് എഡിബിൾ ഓയിൽ. എണ്ണ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ സീഡ്. ദീസ് ഇൻക്ലൂഡ് ഗ്രൗണ്ട് നട്ട്, കടല, ദെൻ റേപ്പ് സീഡ്, മസ്റ്റർഡ്, സോയാബീൻ, സൺഫ്ലവർ, ഇതിൽ നിന്നൊക്കെ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സീഡ്സാണ്. അപ്പാർട്ട് ഫ്രം ദീസ്, അതർ ക്രോപ്സ് സച്ച് as tea, coffee, rubber, spices and tubers are also cultivated in India. Among these, many are cultivated as plantation crops. പ്ലാന്റേഷൻ ക്രോപ്സ് എന്നുള്ള പേരിൽ ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന മറ്റ് കുറച്ച് ക്രോപ്സാണ് ടീ, കോഫി, റബ്ബർ, സ്പൈസസ് ഒക്കെ. Now you know about the different types of crops. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോപ്സിനെ കുറിച്ച് പറഞ്ഞു. ഫുഡ് ക്രോപ്സ്, ക്യാഷ് ക്രോപ്സ്, ഓയിൽ സീഡ്സ്, അതുപോലെ തന്നെ ഫൈബർ ക്രോപ്സ് ഒക്കെ. ആർ ഓൾ ദീസ് കൾട്ടിവേറ്റഡ് ഇൻ സെയിം വേ? ഈ എല്ലാ ടൈപ്പ് ഓഫ് ക്രോപ്സ് ഒരേ രീതിയിലാണോ കൃഷി ചെയ്യുന്നത്? അല്ല, ഓരോന്നിലും ക്ലൈമറ്റിൻ്റെയും അത് നടുന്ന രീതിയിലും അതിൻ്റെ ടൈമിനൊക്കെ ഡിഫറൻസ് ഉണ്ട്. In different parts of the world, there exist various types of farming practices based on physiography, soil fertility, climate, water availability, density of population, extent of agricultural land, value of crops, availability of technology, etc. അപ്പോൾ ഓരോ ഏരിയയിലും ഈ കൃഷി ചെയ്യുന്ന രീതികളിൽ വ്യത്യാസമുണ്ട്. അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫിസിയോഗ്രഫി, അവിടുത്തെ ഒരു ഭൂമിയുടെ കേട്ടന. ദെൻ സോയിൽ ഫെർട്ടിലിറ്റി, മണ്ണിൻ്റെ ഒരു ഫലഭൂഷ്ഠത. ക്ലൈമറ്റ്, വാട്ടർ അവൈലബിലിറ്റി, എത്രത്തോളം വെള്ളം ലഭിക്കുന്നു
കൂടുന്നതിനനുസരിച്ച് കൃഷി ചെയ്യുന്നു. ദെൻ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ഈ ക്രോപ്സിൻ്റെ ഒക്കെ ആവശ്യങ്ങൾ കൂടുന്നു. ദെൻ എക്സ്റ്റെൻറ്റ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്, കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഭൂമി എത്രത്തോളം ഉണ്ട് എന്നതിനനുസരിച്ച് കൃഷിയിൽ മാറ്റം വരാം. ദെൻ വാല്യൂ ഓഫ് ക്രോപ്സ്, ഓരോ വിളകളുടെയും ആ ഒരു നാട്ടിലുള്ള വാല്യൂ. ദെൻ ടെക്നോളജിയുടെ അവൈലബിലിറ്റി, മെഷീനറീസൊക്കെ അവൈലബിൾ ആവുന്നതിനനുസരിച്ചും കൃഷിയുടെ രീതികളിൽ മാറ്റം വരാം. These include primitive subsistence agriculture, intensive subsistence agriculture, mixed farming, extensive commercial grain cultivation, dairy farming, cultivation of plantation crops and horticulture. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഗ്രികൾച്ചറാണ് പറയുന്നത്. പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ, ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ, മിക്സഡ് ഫാമിങ്. In the next chapter we shall discuss the different type of farming in India. ഇന്ത്യയിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാമിങ്ങിൻ്റെ കുറച്ച് പേരുകളാണ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആ പേരുകൾ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ചാപ്റ്ററിൽ വരുന്നുണ്ട്, ഓരോ ടൈപ്പ് ഓഫ് ഫാമിങ്ങിനെ പറ്റിയിട്ട്. അത് ആ ഒരു ചാപ്റ്ററിൻ്റെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Then extended activities. Prepare an essay with the help of reading materials and internet, finding out the countries belong to Indian subcontinent, their capital and cultural features. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഉൾപ്പെടുന്ന കൺട്രീസ് ഏതാണെന്ന് നമ്മൾ ഓൾറെഡി ലിസ്റ്റ് ചെയ്തു. ഇനി ഈ ഓരോ കൺട്രീസിനെ കുറിച്ചും അവരുടെ ക്യാപിറ്റൽ ഏതാണ്, അവരുടെ കൾച്ചറൽ ഫീച്ചേഴ്സ്, മേ ബി അവിടുത്തെ കൃഷി എന്തൊക്കെയാണെന്നൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു എസ്സേ പ്രിപ്പയർ ചെയ്യാം. Prepare a wallpaper by collecting pictures that showcase the cultural diversity of different countries in Indian subcontinent. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ പേര് പറഞ്ഞല്ലോ. ആ ഓരോ കൺട്രീസിലുള്ള ഡൈവേഴ്സിറ്റി, പ്രത്യേകതകളൊക്കെ നോട്ട് ചെയ്തുകൊണ്ട്, മേ ബി അവരുടെ ഫുഡ്, അവരുടെ ഡ്രസ്സ്, അവിടുത്തെ ക്ലൈമറ്റ്, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇമേജസ് കളക്ട് ചെയ്തുകൊണ്ട് ഒരു വാൾപേപ്പർ മേക്ക് ചെയ്യാം. Color and label the countries of Indian subcontinent in the outline map provided. ഒരു ഔട്ട്ലൈൻ മാപ്പ് തന്നിട്ടുണ്ട്. അതിലെന്താണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ കൺട്രീസ് അടയാളപ്പെടുത്തിക്കൊണ്ട് അതിനെ കളർ ചെയ്യാനാണ്. ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെ ഒരു പിക്ചർ ഉണ്ടല്ലോ. അപ്പോൾ അതിനെ റെഫർ ചെയ്തുകൊണ്ട് ഈ ഒരു ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഓരോ കൺട്രീസും അടയാളപ്പെടുത്തി ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ നൽകിയിട്ട് പേരുകളൊക്കെ എഴുതുക. ഇതാണ് ലാസ്റ്റ് ആക്ടിവിറ്റി. സോ ഈ ചാപ്റ്ററിൻ്റെ ഒരു മലയാളം എക്സ്പ്ലനേഷനും കുറച്ച് ആക്ടിവിറ്റീസുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ ചെയ്യാം. കൂടുതലായിട്ടുള്ള ഫാർമിംഗ് മെത്തേഡ്സിനെ കുറിച്ച് ഇവിടെ ലിസ്റ്റ് ചെയ്ത ഈ ഫാർമിംഗ് മെത്തേഡ്സിനെ കുറിച്ചാണ് അടുത്ത ചാപ്റ്റർ വരുന്നത്. സോ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. താങ്ക് യു ഓൾ.